നമസ്കാരം. ഭക്തി നിർഭരമായ ഒരു പുലരിയിലേക്കാണ് നമ്മൾ നാളെ ഉണരാൻ പോകുന്നത്. സൂര്യദേവൻ മീനം രാശിയിലേക്ക് സംക്രമിക്കുന്ന പവിത്രമായ മീനമാസം 1-ാം തീയതി. പ്രകൃതിയും ദൈവിക ചൈതന്യവും ഒന്നിക്കുന്ന ഈ ഒരു വേളയിൽ ആകാശമണ്ഡലത്തിൽ അപൂർവമായ ചില ഗ്രഹയോഗങ്ങൾ തെളിയുകയാണ്. ജ്യോതിഷ ശാസ്ത്രമനുസരിച്ച് മംഗളാദിത്യ രാജയോഗം എന്ന ഉന്നതമായ ഭാഗ്യകാലമാണ് നാളെ തുടങ്ങുന്നത്. ഈ മാസപ്പിറവിയോടുകൂടി ആരംഭിക്കുന്ന ഭാഗ്യം നമ്മുടെ ജീവിതത്തിലെ എല്ലാവിധ ദുരിതങ്ങളെയും മാറ്റുന്നതാണ്. 12 രാശികളിൽ വെച്ച് ഏറ്റവും ആത്മീയവും ശാന്തവുമായ മീനം രാശിയിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എണ്ണമറ്റ മാറ്റങ്ങളാണ് സംഭവിക്കാൻ തുടങ്ങുന്നത്. പ്രത്യേകിച്ച് 8 നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള കഷ്ടതകൾ മാറി ഐശ്വര്യം നിറയുന്ന ഒരു കാലമാണ് നാളെ മുതൽ ആഗതമാകുന്നത്. ഈ മീനമാസം എന്ന് പറയുന്നത് കേവലം ഒരു മാസമല്ല, ഒരു ആത്മീയ ശുദ്ധീകരണത്തിന്റെ കാലമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഒരു വർഷത്തിന്റെ അവസാന മാസമായ മീനം പുതിയൊരു പുലരിക്കായുള്ള തയ്യാറെടുപ്പാണ്. മനസ്സിനെ അലട്ടുന്ന നെഗറ്റീവ് ചിന്തകളെ കഴുകിക്കളഞ്ഞ് പോസിറ്റീവ് ഊർജം നിറയ്ക്കുവാനുള്ള സമയം കൂടിയാകുന്നു. നമ്മൾ കേട്ടിട്ടുള്ളതാണ്, മാസപ്പിറവി ദിവസം ലഭിക്കുന്ന ഊർജം ആ ഒരു മാസം മുഴുവൻ നമ്മളെ സ്വാധീനിക്കുമെന്നത്. അതുകൊണ്ട് തന്നെ മീനം 1-ാം തീയതിയായ നാളെ ശുഭഫലങ്ങൾ 8 നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ പുതിയ ഒരു അധ്യായത്തിനായിരിക്കും തുടക്കം കുറിക്കുന്നത്. അതിൽ ആദ്യത്തെ രാശി മീനം രാശിയാണ്. പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ രാശിയിൽ വരുന്നത്. മീനം രാശിയിൽ ജനിച്ച ഈ നക്ഷത്രക്കാർക്ക് കടലിൽ ഉലയുന്ന ഒരു തോണി പോലെയായിരുന്നു നിങ്ങളുടെ ജീവിതം എന്ന് പലപ്പോഴും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. എന്നാൽ സാമ്പത്തികമായ വലിയ പ്രതിസന്ധികളും കുടുംബത്തിലെ അസ്വസ്ഥതകളും നിങ്ങളെ പല വിധത്തിൽ തളർത്തിയിട്ടുണ്ട്. ഇവിടെ ഇതാ കാത്തിരുന്ന ആ ഒരു മാറ്റം വന്നെത്തിക്കഴിഞ്ഞു. മംഗളാദിത്യ രാജയോഗം നിങ്ങളുടെ തലവര തന്നെ മാറ്റി എഴുതാൻ പോകുന്നു. നിങ്ങളുടെ മനസ്സിൽ പണ്ടേ ഉണ്ടായിരുന്ന എന്നാൽ പല കാരണങ്ങൾ കൊണ്ട് നടക്കാതെ പോയ വലിയ സ്വപ്നങ്ങളൊക്കെ സഫലമാകും. സാമ്പത്തികമായി നിലനിന്നിരുന്ന തടസ്സങ്ങൾ നീങ്ങുകയും പുതിയ വരുമാന മാർഗങ്ങൾ തെളിയുകയും ചെയ്യും. ബന്ധുക്കളിൽ നിന്നോ പ്രിയപ്പെട്ടവരിൽ നിന്നോ ഉണ്ടായ വിഷമങ്ങൾ മാറുകയും സ്നേഹോഷ്മളമായ ഒരു അന്തരീക്ഷം കുടുംബത്തിൽ സംജാതമാകുകയും ചെയ്യും. നിങ്ങളുടെ തടസ്സങ്ങൾ നീങ്ങി കർമ്മരംഗത്ത് പുരോഗതി നേടാൻ ഈശ്വരന്റെ അനുഗ്രഹം ഈ ഒരു മാസം നിങ്ങൾക്ക് തുണയായി ഉണ്ടാകും നാളെ മുതൽ. അടുത്തത് മകം, പൂരം, ഉത്രം, ചിങ്ങം രാശിക്കാരുടെ കാര്യമാണ്. സിംഹത്തിന്റെ കരുത്തുള്ളതാണ് ചിങ്ങം രാശി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഒരു രാജയോഗത്തിന്റെ കാലമാണ് നാളെ മുതൽ നിങ്ങൾ തുടങ്ങുന്നത്. ഭഗവാനിൽ അർപ്പിച്ച അചഞ്ചലമായ വിശ്വാസത്തിന് ഫലം കാണുന്ന സമയം. ഒരു രാജാവിനെ പോലെ ആഡംബരവും അന്തസ്സും നിറഞ്ഞ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് ചുവടുവെക്കുവാൻ സാധിക്കും. നിയമപരമായ പ്രശ്നങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവരാണെങ്കിൽ അതിൽ നിന്നും മോചനം ലഭിക്കും. വിവാഹം കഴിഞ്ഞ് വർഷങ്ങൾ കാത്തിരുന്നിട്ടും സന്താന സൗഭാഗ്യം ലഭിക്കാത്ത ദമ്പതികളാണെങ്കിൽ ഈ മാസം, അതായത് നാളത്തെ മാസം മുതൽ ശുഭകരമായ വാർത്തകൾ കേൾക്കുവാൻ സാധിക്കും. സന്താന ലബ്ധിയുമായി ബന്ധപ്പെട്ട് വിദേശത്തോ ദൂരെയോ ഒക്കെയുള്ള പ്രിയപ്പെട്ടവരെ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരവും ലഭിക്കും. നിങ്ങളുടെ പ്രയത്നങ്ങൾക്കെല്ലാം അർഹമായ പ്രതിഫലം ലഭിക്കുന്ന മാസമായിരിക്കും നാളെ തുടങ്ങുന്നത്. ഇനി അടുത്തത് കുംഭം രാശിയാണ്. അവിട്ടം, ചതയം, പൂരുരുട്ടാതി. അപ്പോൾ ഇവിടെ പൂരുരുട്ടാതി നക്ഷത്രക്കാരുടെ ഫലം കഴിഞ്ഞ കുറെ കാലമായി അനുഭവിച്ച മാനസിക പിരിമുറുക്കങ്ങളിൽ നിന്ന് മോചനമായി വന്നു ചേരാൻ പോകുന്നു. എടുത്തു പറഞ്ഞത് എന്തെന്നാൽ ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്ന ഒരു നക്ഷത്രമാണ്. ഒരുപാട് ആളുകൾ മെസ്സേജ് ചെയ്യുന്നതും ഭൂരിഭാഗം നക്ഷത്രം പൂരുരുട്ടാതിയാണ്. എന്താണ് ആ പേര് പോലെ തന്നെ ഇങ്ങനെ വായിൽ ചിലര് ആളുകൾ പറയാറുണ്ട്, പൂരുരുട്ടാതി പറയുമ്പോൾ തന്നെ തെറ്റിപ്പോന്നു, വായിൽ കൊള്ളുന്നില്ല എന്നൊക്കെ. അതേപോലെ തന്നെ ജീവിതത്തിൽ ഉരുണ്ട് കളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഓരോ പ്രയാസങ്ങളെന്ന്. അപ്പോൾ ആ പ്രയാസങ്ങൾക്ക് ഒരു അറുതിയാണ് വന്നു ചേരാനായി പോകുന്നത്. മനസ്സമാധാനം വന്നു ചേരും കുംഭം രാശിക്കാർക്ക്.
മനസ്സമാധാനം നിങ്ങളിൽ നിന്ന് അന്യമായി നിന്നിരുന്ന ഒരു സമയമാണല്ലോ. അപ്പോൾ അത് നിങ്ങൾക്ക് വരും. മീനം 1-ാം തീയതി മുതൽ ജീവിതത്തിൽ വലിയൊരു ശാന്തത കൈവരും എന്നത് ആദ്യം മനസ്സിലാക്കുക. സാമ്പത്തികമായി നിങ്ങൾ അനുഭവിച്ചിരുന്ന കടക്കെണികൾക്ക് പരിഹാരം കാണാൻ മംഗളാദിത്യ യോഗം സഹായിക്കും. ബിസിനസ് രംഗത്തുള്ളവർക്കും വലിയ ലാഭമുണ്ടാക്കാനായി കഴിയും. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ സാധിക്കും. സ്ത്രീകളാണെങ്കിൽ സ്വന്തമായി ഒരു വരുമാന മാർഗം കണ്ടെത്താനുള്ള വഴിയും തെളിയും. ലോട്ടറി പോലെയുള്ള അപ്രതീക്ഷിത ധനഭാഗ്യങ്ങളും നിങ്ങളെ തേടിയെത്താൻ സാധ്യത കൂടുതലാണ്. വീടുപണി മുടങ്ങിക്കിടന്നവരാണെങ്കിൽ അത് പൂർത്തിയാക്കാനുള്ള പണം കൈവന്നു ചേരും. സ്വന്തം വീട്ടിൽ താമസിക്കുവാനുള്ള ഭാഗ്യം ഉണ്ടാകുമെന്ന് അർത്ഥം. അപ്പോൾ ഈ പറഞ്ഞ 8 നക്ഷത്രക്കാർക്കും മീനമാസം ഒരു അനുഗ്രഹമാണ്. എന്നാൽ ഈ ഭാഗ്യങ്ങൾ പൂർണ്ണമായി ലഭിക്കുന്നതിന് നാം ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആത്മീയമായ വഴിയിലൂടെ സഞ്ചരിക്കുക, മറ്റുള്ളവരോട് കരുണ കാണിക്കുക, ദാനധർമ്മങ്ങൾ ചെയ്യുക എന്നിവ ഈ യോഗത്തിന്റെ ഫലം ഇരട്ടിയാക്കും. മീനം 1-ാം തീയതി നാളെ ഞായറാഴ്ചയായതിനാൽ സൂര്യഭഗവാനെ ഭജിക്കുന്നതിനും ആദിത്യ ഹൃദയം ജപിക്കുന്നതിനും നിങ്ങൾ ശ്രമിക്കുക. ഈശ്വരൻ നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ കഷ്ടപ്പാടുകൾ നീങ്ങി ഐശ്വര്യവും സമൃദ്ധിയും നിങ്ങളുടെ വീടുകളിൽ നിറയട്ടെ. പ്രാർത്ഥനയോടെ ഭക്തിയോടുകൂടി നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരട്ടെ എന്ന് ഞാനും ആശംസിക്കുന്നു. നന്ദി.